ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളൊരു റിയാക്ഷൻ ആയിട്ടല്ല വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും ദിയ കൃഷ്ണയുടെ ഡെലിവറി വ്ലോഗ് നമ്മൾ കണ്ടതാണ്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് പറയാൻ തോന്നിയ ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ആക്ടിവേറ്റ് ദ ബെൽ ഐക്കൺ. ആദ്യം തന്നെ ദിയ കൃഷ്ണയ്ക്കും അശ്വിനും ഒരു ഹ്യൂജ് കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ ന്യൂ ബേബി നിയോം. ഈ ഒരു ജേർണി ഒട്ടും ഈസി അല്ലായിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. പക്ഷെ അത് നിങ്ങളുടെ വ്ലോഗിലൂടെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളത് പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ് ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഞാൻ ദിയ കൃഷ്ണയുടെ ഒരു കണ്ടിന്യൂസ് വ്യൂവർ അല്ല. കുഞ്ഞിയാണ് ദിയ കൃഷ്ണയുടെയും അതുപോലെ തന്നെ സിന്ധു മേഡത്തിന്റെയും അഹാന കൃഷ്ണയുടെ ഒക്കെ ഒരു കണ്ടിന്യൂസ് വ്യൂവർ ആണ് കുഞ്ഞി. അപ്പൊ കുഞ്ഞി എന്നെ പലപ്പോഴും എന്നെ വിളിച്ചിരുത്തി കാണിക്കും. അപ്പൊ റാൻഡം ആയിട്ട് ഞാൻ ഇവരുടെ വ്ലോഗ്സ് ഒക്കെ കാണാറുണ്ട്. എനിക്ക് ആക്ച്വലി അഹാന കൃഷ്ണയുടെ വ്ലോഗ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അഹാന കൃഷ്ണയുടെ വ്ലോഗ്സിന്റെ അകത്ത് ഒരു ഇമോഷണൽ ടച്ച് ഉണ്ട് എപ്പോഴും. അതിപ്പോ ഒരു എഡിറ്റിംഗ് ആയിക്കോട്ടെ, അതിന്റെ അകത്തൊരു ഇമോഷണൽ കണ്ടന്റ് കൊണ്ടുവരുന്ന കാര്യത്തിലായിക്കോട്ടെ, അത് അഹാന കൃഷ്ണയുടെ ഒരു ടാലന്റ് തന്നെയാണ്. ആ ഒരു വ്ലോഗിനെ ആ രീതിയിൽ പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സിനിമ കാണുന്ന ഒരു മൂഡാണ്. ഞാൻ അഹാന കൃഷ്ണയുടെ ഐസ്ലാൻഡ് വ്ലോഗിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോസ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. കുറെ ഡ്രോൺ ഷോട്ട്സ് ഇൻക്ലൂഡഡ് ആണ്, പിന്നെ അതുപോലെ അവരുടെ ആ ഒരു ജേർണി, പിന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പിന്നെ അതിന്റെ എല്ലാത്തിലും ഉപരി അഹാന കൃഷ്ണയുടെ ഒരു വോയിസ് ഓവർ, പിന്നെ ഒരു ഇമോഷണൽ ടച്ച്, എല്ലാം കൂടി വരുമ്പോൾ ആ വീഡിയോ കാണാനായിട്ടൊരു സിനിമ കാണുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. അത് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് നമ്മളും അത് റെഫറൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ബാക്ക് ടു ദിയ കൃഷ്ണ. ദിയ കൃഷ്ണയുടെ ഈ ഒരു വ്ലോഗ് കണ്ടപ്പോൾ എനിക്ക് ആ ഹോൾ ഫാമിലിയോട് എനിക്ക് തോന്നിയത് ഒരു വലിയൊരു റെസ്പെക്റ്റ് ആണ്. ഇന്നത്തെ ഒരു ജനറേഷനിൽ എത്ര ഫാമിലി ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ, നമ്മൾ കണ്ടിട്ടില്ല. അതിനൊരു വലിയൊരു മോട്ടിവേഷൻ ആണ് നിങ്ങളുടെ ഈ ഒരു വീഡിയോ. ആ ഒരു വ്ലോഗിൽ നമുക്ക് കാണാം അശ്വിനുണ്ട്, അവരുടെ സിബ്ലിങ്സ് ഉണ്ട്, അവരുടെ അമ്മയുണ്ട്, എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ആ ഒരു ഡെലിവറി നടത്തിയെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്രയും സപ്പോർട്ടാണ് ദിയ കൃഷ്ണയ്ക്ക് അതിൻ്റെ അകത്ത് കിട്ടിയത് കേട്ടോ. ദിയ കൃഷ്ണ, യു ആർ സോ ലക്കി. ഇതുപോലെ ഒരു ഫാമിലിയും അതുപോലെ തന്നെ ഒരു ഹസ്ബൻഡും ഒക്കെ കിട്ടിയതിന് യു ആർ സോ ലക്കി. പിന്നെ അതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൃഷ്ണകുമാർ സാറിന്റെയും സിന്ധു മേഡത്തിന്റെയും ഒക്കെ ഒരു പാരന്റിങ് ആണ്. കഴിഞ്ഞ ആ ഇഷ്യൂ വന്നപ്പോഴാണെങ്കിലും അവർ വളരെ മെച്യൂർ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ്. അതൊക്കെ ഇന്നത്തെ പാരന്റ്സിന് ഭയങ്കര ഒരു എക്സാമ്പിൾ ആക്കി കാണിക്കാൻ പറ്റുന്ന ഒരു പാരന്റിങ് തന്നെയാണ് കൃഷ്ണകുമാർ സാറിന്റെയും സിന്ധു മേഡത്തിന്റെയും. ആ വ്ലോഗ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടവർക്കറിയാം അശ്വിന്റെ ആ ഒരു സപ്പോർട്ട്. പിന്നെ അതുപോലെ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്താണ് ദിയ കൃഷ്ണ പറയുന്നുണ്ട്, ഞാൻ അധികം കരഞ്ഞില്ല, അച്ഛനാണ് പുറകിൽ നിൽക്കുന്നത് എന്ന് ഞാൻ വിചാരിച്ചു, ഞാനത് ഇമാജിൻ ചെയ്തു, അച്ഛൻ പുറകിൽ നിന്ന് തടകി തരുന്നത് പോലെ ഇമാജിൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവരുടെയൊക്കെ മനസ്സിൽ അവരുടെ അച്ഛൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അത്രയും റെസ്പെക്ട്ഫുള്ളി ആണ് ആ മനുഷ്യനെ കാണുന്നത്. നമുക്ക് വീഡിയോയിലൊക്കെ കാണാം, കൃഷ്ണകുമാർ സാർ വരുന്ന സീനിലൊക്കെ ഇവരുടെ എല്ലാവരുടെയും മുഖത്തും അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജിലും ഒക്കെ ഉള്ളൊരു റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു അത്രയും ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് ഈ പാരന്റ്സും കുട്ടികളും തമ്മിൽ ഉള്ളതെന്നുള്ള കാര്യം ഭയങ്കര വിസിബിൾ ആണ്. എനിക്ക് ആക്ച്വലി ആ ഒരു ഡെലിവറി വ്ലോഗ് കണ്ട സമയത്ത് അതിൻ്റെ അകത്ത് ദിയ കൃഷ്ണ എടുക്കുന്ന സ്ട്രെയിനും കാര്യങ്ങളൊക്കെ അതൊന്നും ശരിക്കും പറഞ്ഞാൽ അവരൊന്നും അത് ഹൈഡ് ചെയ്തില്ല എന്നുള്ളതാണ്. കംപ്ലീറ്റ് ആയിട്ട് അവരത് പോസ്റ്റ് ചെയ്തു. ദിയ കൃഷ്ണയുടെ വ്ലോഗിന്റെ അകത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, അധികം എഡിറ്റിംഗ് ഒന്നുമില്ല. ആളൊരു വീഡിയോ എടുക്കുന്നു, അത് അപ്പം തന്നെ കട്ട് ചെയ്യുന്നു, മെർജ് ചെയ്യുന്നു, ഇടുന്നു. അപ്പൊ അങ്ങനെയാണ് ആളുടെ ഒരു വ്ലോഗിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. കാര്യം സംസാരിക്കുക ഒരു ലൈഫ് സ്റ്റൈൽ വ്ലോഗാണ്. അപ്പൊ അധികം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ആള് ഫോക്കസ്ഡ് അല്ല. അങ്ങനെയാണ് ആളുടെ ഒരു എഡിറ്റിംഗ് സ്റ്റൈല്. അത് ശരിയാണ്, ടൈം കൺസ്യൂമിങ് അല്ല, പെട്ടെന്ന് നമുക്ക് എഡിറ്റിംഗ് തീർക്കാൻ പറ്റും. പക്ഷെ എന്നിട്ട് പോലും ഈ വീഡിയോ എല്ലാവർക്കും കണ്ടപ്പോ ഒരു ബാക്ക്ഗ്രൗണ്ട് ടോണും ഒന്നും വേണ്ട. ആക്ച്വലി ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂട്ടത്തില് ആ ഒരു ഡെലിവറി റൂമിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതുപോലത്തെ ഒരു ഫീലാണ് നമുക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ നമുക്ക് കിട്ടിയത്. അതിൻ്റെ അകത്ത് ദിയ കൃഷ്ണ എടുത്ത സ്ട്രെയിൻസും ഇതെല്ലാം വിസിബിൾ ആയിരുന്നു. ആക്ച്വലി ഞങ്ങൾക്ക് പോലും ആ സമയത്ത് നമുക്കൊരു പേടി ഉണ്ടായിരുന്നു. ആ വീഡിയോയുടെ ഇടക്ക് ദിയ കൃഷ്ണ പുഷ് ചെയ്യുന്ന സമയത്ത് സിന്ധു മേഡത്തിന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. കാര്യം ആ സമയത്ത് ദിയ കൃഷ്ണ ഇങ്ങനെ കണ്ണ് ഇങ്ങനെ അടച്ച് ഫെയിന്റ് ആകുന്ന പോലെ പോകുന്നു. അപ്പൊ ആ സമയത്ത് ആ അമ്മയുടെ ഉള്ളിലെ ആ ഭയം അത് വിസിബിൾ ആയിരുന്നു. അത് ആ ഒരു ഭയം ശരിക്കും പറഞ്ഞാൽ കാണുന്ന എല്ലാ വ്യൂവേഴ്സിന്റെ ഉള്ളിലും അതുണ്ടായിരുന്നു. അടുത്തത് എന്താണ് എന്നുള്ളൊരു ഭയം എല്ലാവരുടെ ഉള്ളിലും ഉണ്ടായിരുന്നു.
ആ വീഡിയോ അവസാനിക്കുന്ന എനിക്ക് തോന്നുന്നു 7:16 ആണ് സമയം നിയോം പുറത്തോട്ട് വന്നത്. കംപ്ലീറ്റ് ഫാമിലി വിറ്റ്നസ് ആയിക്കൊണ്ട് അതുപോലത്തെ ഒരു സെലിബ്രേഷൻ, അതൊക്കെയാണ് ഒരു റിയൽ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോൾ നിയോം ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ നിയോമിന് ഭയങ്കര വലിയൊരു ഗിഫ്റ്റാണ് നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിയോമും ഭയങ്കര ഒരു ലക്കിയാണ്, ഇതുപോലെ ഒരു നല്ലൊരു ഫാമിലിയിൽ വന്ന് ജനിക്കാൻ സാധിച്ചല്ലോ. അതൊക്കെ ഒരു ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. എസ്പെഷ്യലി ഞാൻ പറയാണ്ട് പോരുത്, കുഞ്ഞി സിന്ധു മേഡത്തിന്റെ വലിയൊരു ഫാനാണ് കേട്ടോ. കുഞ്ഞ് കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ സിന്ധു മേഡത്തിന്റെ വ്ലോഗ് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പൊ ഭയങ്കര ഒരു ഹോംലി ഫീലാണ്. സിന്ധു മേഡം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ കുക്ക് ചെയ്യുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ നിങ്ങളിൽ ഓരോരുത്തരും ഈ വീട്ടില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫെമിലിയർ ആണ്. ദിയാകൃഷ്ണയ്ക്കും അശ്വിനും മിസ്റ്റർ ആൻഡ് മിസ്സസ് മാഡിയുടെ ഒരു ഹ്യൂജ് കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ ന്യൂ ബേബി നിയോ. That's all in this video. So this is signing out. Mr. and Mrs. Maddie, you take care. Bye-bye.